ജെയിംസ് ഷാമുവേൽ ഡിവൈഎഫ്ഐ നേതാവ് എത്തുകയാണ്. ശ്രീ ജെയിംസ് ഷാമുവേൽ, താങ്കളുടെയൊക്കെ തട്ടകത്തിൽ നിന്നാണ് ആദ്യം ഇത്തരത്തിലൊരു വിമർശനം എത്തുന്നത്, മനസ്സിലായില്ലേ? അതായത് വർഗരാഷ്ട്രീയം വിട്ട് മറ്റൊരു കൂട്ടിലേക്ക് ചേക്കേറിയ ജി സുധാകരനാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ടൊരു തുടക്കം പറയുന്നത്, ഈ പദ്ധതി വേണ്ട എന്ന്. പിന്നീട് ആ വിഷ ആശയം ഇതാ UDF സർക്കാരും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് കെ മുരളീധരൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത്. എന്താണ് ഷാമുവേലിന് പറയാനുള്ളത്? ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻറ്റും ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. നമ്മുടെ നാടിനകത്ത് ഉയർന്നു വരുന്ന UDFൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്തുമാത്രം അപകടകരവും അപമാനകരവുമാണെന്നുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മാത്രം ഒരു ദിവസക്കാലം 2500-ലധികം വരുന്ന ഭക്ഷണപ്പൊതികളാണ് ഡിവൈഎഫ്ഐ വിതരണം ചെയ്യുന്നത്. അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു ദിവസത്തെ തങ്ങളുടെ എല്ലാ ജോലിയും ഉപേക്ഷിച്ച് നിരവധിയായി വരുന്ന സഖാക്കളാണ് ഈ ഭക്ഷണപ്പൊതി ശേഖരിക്കാൻ. അതിൻ്റെ ഒരു ക്രമീകരണമെന്ന് പറഞ്ഞാൽ നോട്ടീസ് അടിച്ച് 2 ദിവസക്കാലം മുമ്പ് തന്നെ വീട് കയറി ഓരോ വീട്ടിലും കിട്ടുന്ന ഭക്ഷണപ്പൊതിയുടെ എണ്ണം എഴുതി വാങ്ങി, അതിനുശേഷം അന്നേ ദിവസം പൂർണ്ണമായും ഇത് കളക്ട് ചെയ്ത് രാവിലെ 7 മണി മുതൽ ഇറങ്ങി കളക്ട് ചെയ്ത് 11:30-12 മണിക്ക് മുമ്പായി മെഡിക്കൽ കോളേജിനകത്ത് വിതരണം ചെയ്യുന്നതാണ്. ഇതിങ്ങനെ മഹത്തായ ഒരു പ്രവർത്തനമാണ്. ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഞങ്ങൾ നടത്തുന്ന മഹത്തായ ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം നിർത്തലാക്കണമെന്ന് പറയുമ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആയിരക്കണക്കിനായ മനുഷ്യരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വളരെ വിഷമത്തോടെയായിരിക്കും അവർ ഞങ്ങളെ വിളിക്കും. ഞങ്ങളുടെ വീട്ടിൽ എന്തുകൊണ്ട് ഭക്ഷണം എടുക്കാൻ വന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണപ്പൊതി ഉള്ള കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്ന മനുഷ്യരുണ്ട്. അവർ പറയുന്നത് എന്താ അറിയോ, ഞങ്ങളുടെ ഈ ഭക്ഷണം തരുന്നത് ഞങ്ങൾക്ക് നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് സാധാരണപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയില്ല. അതിന് ഡിവൈഎഫ്ഐ ഒരു മാർഗമാണ്. ആ മാർഗം തെളിയിക്കുന്ന ഡിവൈഎഫ്ഐയെ ഞങ്ങൾ വലിയ രൂപത്തിൽ കാണുകയാണ്. ഈ പുണ്യപ്രവൃത്തി ചെയ്യുന്ന മനുഷ്യരുടെ നന്മയാണ് കേരളത്തിലെ കോൺഗ്രസും UDFും മുരളീധരനും ജി സുധാകരനും ചേർന്ന് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് മാത്രമല്ല, വണ്ടാനം മെഡിക്കൽ കോളേജിൽ മാത്രം ഡിവൈഎഫ്ഐ ഒരു ദിവസം 10 യൂണിറ്റ് ബ്ലഡാണ് ദാനം ചെയ്യുന്നത്. ഇങ്ങനെ നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ കെ മുരളീധരനും UDFും ഈ ഗവൺമെൻറ്റും രക്തം ദാനം ചെയ്യുമോ? എവിടെ നിന്ന് കൊടുക്കാൻ കഴിയും? ഇനി ഭക്ഷണം കൊടുക്കുക, ഇപ്പോൾ അൺനോൺ പേഷ്യൻ്റ് ഉണ്ട്, നമ്മുടെ എല്ലാ ആശുപത്രികളിലുമുണ്ട്. അൺനോൺ പേഷ്യൻറ്റിന് ഭക്ഷണം കൊടുക്കേണ്ട ചുമതല എടുക്കുന്ന ഗവൺമെൻറ്റിനാണ്. പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ കൊടുക്കുന്നില്ല. ഞങ്ങൾ ഓരോ ദിവസവും ഇന്നിപ്പോൾ 38 പേർക്കാണ് മെഡിക്കൽ കോളേജ്, വണ്ടാനം മെഡിക്കൽ കോളേജ് ഞങ്ങൾ ഭക്ഷണം കൊടുത്തത്. ആ പണം കൊടുക്കാൻ പോലും ഗവൺമെൻറ്റിനില്ല. നമ്മുടെ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഉച്ചകഞ്ഞി കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. അവരെവിടെ നിന്നാണ് ഉച്ചഭക്ഷണം കൊടുക്കാൻ പണം കണ്ടെത്തുക? ജി സുധാകരൻ്റെ അധർമ്മ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന, ആ രാഷ്ട്രീയ ഇല്ലായ്മയെ, മനുഷ്യത്വമില്ലായ്മയെ പിന്തുണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ ഈ നാടിൻ്റെ മനുഷ്യത്വത്തെയും ഈ നാടിൻ്റെ മാനവികതയും തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ആ നീക്കത്തെ അനുവദിക്കാനാവില്ല. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമാണ്. ഈ പുണ്യപ്രവൃത്തിയെ തടയുന്നതിലൂടെ നമ്മുടെ നാടിനകത്തെ മതനിരപേക്ഷ സമൂഹത്തെ കൂടി തകർക്കാനുള്ള ശ്രമമാണ്. ഒരു മതത്തിൻ്റെയോ ഭാഗമായല്ല, ഒരു ജാതിയുടെയും ഭാഗമായല്ല, ഒരു രാഷ്ട്രീയത്തിൻ്റെയും ഭാഗമായല്ല. രാഷ്ട്രീയത്തിലുള്ളവരും ഇല്ലാത്തവരും, മതമുള്ളവരും മതമില്ലാത്തവരും, വിശ്വാസമുള്ളവരും എല്ലാവരും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചേരുന്ന ഒരു മഹത്തായ പദ്ധതിയാണ്. ആ പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മാനവികതയെ തകർക്കാനുള്ള നീക്കമാണ്. ആ നീക്കത്തിനെതിരായി